അതിൽ ഏറ്റവും ഗുണകരമായ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രൗൺ പാർബോയിൽഡ് റൈസ്, അതായത് ബ്രൗൺ നിറത്തിലുള്ള കുത്തരി, അതിൽ നിന്ന് ഉണ്ടാകുന്ന കഞ്ഞിവെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ ക്രാമ്പ്, പീരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദനയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ കഞ്ഞിവെള്ളം വെച്ച് മുടി ഒന്ന് റിൻസ് ചെയ്യും, ഒന്ന് കഴുകിയെടുക്കുന്നതൊക്കെ മുടിയുടെ ഷാഫ്റ്റിന്റെ ബലത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം. വളരെയധികം ഗുണങ്ങളുള്ള ഈ കഞ്ഞിവെള്ളം 90% വീടുകളും പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് അദ്ദേഹം കൃഷിപ്പണിക്ക് പോകുമ്പോൾ കുടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിന് പകരം നമ്മൾ പച്ചവെള്ളം കൊടുത്തു വിട്ടാലും സമ്മതിക്കില്ല. കാരണം കഞ്ഞിവെള്ളം കുടിക്കുന്ന കിട്ടുന്ന എനർജി വേറെ ഒരു വെള്ളം കുടിച്ചാലും കിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ പനി തുടങ്ങിയ രോഗങ്ങളിൽ പഥ്യാഹാരമായി പറയുന്ന ഒരു കാര്യമാണ് മണ്ടം അഥവാ കഞ്ഞിവെള്ളം. ഇത് കൂടാതെ കേശ സംരക്ഷണത്തിലും ത്വക്കിന്റെ സംരക്ഷണത്തിലും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിലൊക്കെ കഞ്ഞിവെള്ളം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയധികം പ്രയോജനം ചെയ്യുന്ന കഞ്ഞിവെള്ളത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ച് കഞ്ഞിവെള്ളത്തിന്റെ ഗുണത്തിലും വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും ഗുണകരമായ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രൗൺ പാർബോയിൽഡ് റൈസ്, അതായത് ബ്രൗൺ നിറത്തിലുള്ള കുത്തരി, അതിൽ നിന്ന് ഉണ്ടാകുന്ന കഞ്ഞിവെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ല് പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ കുത്തുന്നത്. ഈ പുഴുങ്ങിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിന്റെ തോടോട് കൂടിയാണ് നമ്മൾ പുഴുങ്ങുന്നത്. അപ്പോൾ ഈ അരിയുടെ തവിടിലുള്ള ന്യൂട്രിയൻസ്, തവിടിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഇരിക്കുന്നത്, ഈ ന്യൂട്രിയൻസ് അകത്തോട്ട് അബ്സോർബ് ചെയ്യും, അരിയുടെ അകത്തോട്ട് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമ്മൾ കുത്തുമ്പോൾ തവിടിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടാലും കുറെ ന്യൂട്രിയൻസ് ഒക്കെ അതിനകത്ത് പ്രിസർവ്ഡ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്നുണ്ടാക്കുന്ന കഞ്ഞിവെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണം കൂടുതലായിട്ടുണ്ട്. ഇനി കഞ്ഞിവെള്ളത്തിന്റെ ഒരു ന്യൂട്രിയൻ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 70% അതിൻ്റെ അകത്ത് വെള്ളം തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് ആണ്. അതിനുശേഷം പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, സോല്യൂബിൾ ആയിട്ടുള്ള വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. അത് കൂടാതെ ധാരാളം ധാതുലവണങ്ങൾ, അതായത് വൈറ്റമിൻസ്, പ്രത്യേകിച്ച് ബി വെറൈറ്റിയിലുള്ള വൈറ്റമിൻസ്, അതുപോലെ തന്നെ അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങി ധാരാളം ധാതുലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കുടിക്കുമ്പോൾ നല്ല എനർജി കിട്ടുന്നത്. ഇനി ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം വരെ, ദഹന പ്രശ്നങ്ങൾ വരെ, അതുപോലെ തന്നെ വയറിളക്കം, ഛർദ്ദൽ, പനി മുതലായ അസുഖങ്ങളിലൊക്കെ ഏറ്റവും പഥ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം. കാരണം അരിയുടെ പ്രിപ്പറേഷനിൽ 4 തരത്തിലാണ് ആയുർവേദത്തിൽ പറയുന്നത്. മണ്ടം, പേയ, വിലേബി, ഓദനം എന്നൊക്കെ പറയുന്നത്. അതിൽ കഞ്ഞിവെള്ളത്തിന് നമ്മൾ മണ്ടം എന്നാണ് പറയുന്നത്. ഈ മണ്ടം പഥ്യാഹാരമായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. കാരണം ഏറ്റവും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള അരിയുടെ പ്രിപ്പറേഷനാണ് മണ്ടം. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ധാരാളം ധാതുലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ അത് വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഡീഹൈഡ്രേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, റീഹൈഡ്രേറ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വയറുവേദനയ്ക്ക് നമുക്കിത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന നമ്മൾ കൊളിക്കീപ്പിംഗ്, വയറിങ്ങനെ കുളത്തി പിടിച്ചുള്ള വേദനയ്ക്കൊക്കെ. അപ്പൊ അതിൽ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു അല്പം ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ആ വേദനയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ ക്രാമ്പ്, പീരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദനയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അല്പം ഉപ്പും കായപ്പൊടിയും കലക്കി കൊടുക്കുന്നത്. വളരെയധികം ആശ്വാസകരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ത്വക്കിന്റെ സംരക്ഷണത്തിലും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം അകത്തേക്ക് കഴിക്കും, അതുപോലെ തന്നെ പുറത്തെ ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങളും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങനെ അകത്തേക്ക് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ സ്കിന്നിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും സ്കിന്നിന്റെ ടോൺ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ബാഹ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും അതുപോലെ തന്നെ സ്കിന്നിന്റെ കട്ടിയെ കുറയ്ക്കുന്ന ഒരു ഏജന്റ് ഒക്കെ ആയിട്ട്, സ്കിൻ സൂത്തനിങ് ഏജന്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം ഒരു മുഖക്കുരുവിന് നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിയിൽ മുക്കി പയ്യെ ചൂട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്നത് ആ വേദനയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ത്വക്കിന് കട്ടി കൂടുന്നത്, ഹൈപ്പർ കെരാറ്റിനൈസേഷൻ, ആയുർവേദത്തിൽ ഗജചർമ്മം എന്നൊക്കെ പറയും, ആ അസുഖത്തിൽ നമ്മൾ ലേപനങ്ങൾ ഇടുമ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന്റെ മീഡിയത്തിൽ ഇടുമ്പോൾ വളരെയധികം പ്രയോജനം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ കേശ സംരക്ഷണത്തിലും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി അകത്തേക്ക് കഴിക്കുന്നതും ബാഹ്യമായിട്ടുള്ള പ്രയോജനങ്ങൾ, അകത്തേക്ക് പ്രത്യേകിച്ച് ബയോട്ടിൻ പോലുള്ള വൈറ്റമിൻസ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. കേശ സംരക്ഷണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണ്. അതുപോലെ തന്നെ അയൺ ഉണ്ട്,
അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന കണ്ടന്റാണ്. അപ്പോൾ അകത്തേക്ക് കഴിക്കുന്ന വളരെയധികം പ്രയോജനമാണ്. ഒപ്പം തന്നെ ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾ, അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ കഞ്ഞിവെള്ളം വെച്ച് മുടി ഒന്ന് റിൻസ് ചെയ്യും, ഒന്ന് കഴുകിയെടുക്കുന്നതൊക്കെ മുടിയുടെ ഷാഫ്റ്റിന്റെ ബലത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ഈ സ്റ്റാർച്ചിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ആയിട്ട് ഈ മുടിയുടെ ഷാഫ്റ്റിനെ ബലപ്പെടുത്താനായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ തന്നെയാണ് വെയിറ്റ് മാനേജ്മെന്റിന് ഇത് ഉപയോഗിക്കാമെന്നുള്ളത്. കാര്യം ഈ ഒരു 100 ml അല്ലെങ്കിൽ 100 ഗ്രാം റൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 100-130 കാലറീസ് ഉണ്ട്. എന്നാൽ അത് പകുതി താഴെയുള്ള 100 ml കഞ്ഞിവെള്ളത്തിൽ. അത് മാത്രമല്ല, ഇതൊരു ഫുൾനെസ് കഴിക്കുമ്പോൾ അത് ഫുൾനെസ് തോന്നണം. ഫൈബേഴ്സിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരു ഫുൾനെസ് തോന്നിക്കുകയും ചെയ്യും. നമ്മൾ ഒരു ഡിന്നറിന് പകരം ഈ കഞ്ഞിവെള്ളം എടുത്ത് ഒരല്പം വെജിറ്റബിൾസ് അതിലിട്ട് ബോയിൽ ചെയ്യുക. പ്രത്യേകിച്ച് ബ്രോക്കോളിയോ അല്ലെങ്കിൽ മറ്റേ കോളിഫ്ലവറോ ക്യാരറ്റോ ഒക്കെ ഇട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അല്പം കുരുമുളകോ ഉപ്പൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നത്, അതായത് ഡിന്നറിനെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് പറ്റും. ഇത് നമുക്ക് അല്പം നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ധാരാളം ധാതുലവണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉണ്ട്. പ്രത്യേകിച്ച് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ധാതുലവണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചെടിയെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. ഇതിനകത്ത് സ്റ്റാർച്ചിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇലയ്ക്കൊക്കെ നല്ലൊരു ഷൈനിങ്ങും ഒരു പുഷ്ടിയൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഉറുമ്പുകളും അതുപോലെ തന്നെ കീടങ്ങളൊക്കെ ഒരു അറ്റാക്കിനായിട്ട് സാധ്യതയുണ്ട്. അപ്പം പ്രായം കുറഞ്ഞ ചെറിയ ചെടികളിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കാരണം ഈ കീടങ്ങളുടെ അല്ലെങ്കിൽ ഉറുമ്പുകളുടെ ഒക്കെ ഒരു അറ്റാക്ക് കാരണം ഇപ്പം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലുതായിട്ടുള്ള ചെടികളിൽ ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം, കഞ്ഞിവെള്ളം കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത. കാരണം ഇതിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റ് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാവുന്ന ഷുഗറിന്റെ ഫോമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഷുഗറിനെ സ്പൈക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡയബറ്റീസ് രോഗികളിൽ നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ കഞ്ഞിവെള്ളത്തിന്റെ ഉപയോഗം. പക്ഷെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഡയബറ്റീസ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന്റെ ടോട്ടൽ കാലോറീസ് കുറവാണ്. അപ്പോൾ ഇനി കഞ്ഞിവെള്ളം പാഴാക്കി കളയുന്നതിന് മുമ്പ് ഇത്രയധികം ഉപയോഗങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ത്വക്ക് സംരക്ഷണത്തിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ മുടിയുടെ സംരക്ഷണത്തിലും ഈവൻ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.